ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നതേ ഞങ്ങൾ കടയിൽ വരെ പോവാണ്, പച്ചക്കറി മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ പൊൻകുന്നത്തിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതേ വൈകുന്നേരം തന്നെ ഇറങ്ങി. നല്ല മഴക്കാറുണ്ട് കേട്ടോ, എന്നാലും പെട്ടെന്ന് പോയി വരാമെന്നുള്ള ഒരു രീതിക്കാണ് ഇറങ്ങിയേക്കുന്നത്. മഴക്കാറുണ്ട് എങ്കിലും ഞങ്ങൾ പോവാണ്, കാരണം പച്ചക്കറിയൊക്കെ തീർന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ദേ ഇറങ്ങി. ആദ്യം തന്നെ ഞങ്ങൾ പച്ചക്കറി സ്ഥിരം മേടിക്കുന്ന കടയിൽ ചെന്നപ്പോഴത്തേനും അവിടെ ഈ തക്കാളിയൊക്കെ കൂടുതൽ ഇടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ചേട്ടായോട് പറഞ്ഞു വേറൊരു കടയിൽ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞ് കട മാറ്റി പിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടായി അതിൻ്റെ ഇപ്പുറത്തുള്ള മുട്ടയും തേങ്ങയൊക്കെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന കടയില്ലേ, അവിടെ പോയി ഇതേ മുട്ട മേടിക്കാൻ വേണ്ടി പോയേക്കുവാണ്. അപ്പോൾ അവിടെ മുട്ടയ്ക്ക് നല്ല വില കുറവുണ്ട് കേട്ടോ. ഒരു മുട്ടയ്ക്ക് 5-6 രൂപയെങ്ങാണ്ട് ഉള്ളൂ കേട്ടോ. നമ്മുടെ കടയിൽ ഒരു മുട്ടയ്ക്ക് 7 രൂപ മിച്ചങ്ങാണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല വില കുറവുണ്ട്. പിന്നെ ദേ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ദേ പച്ചക്കറി കടയിലോട്ട് വന്നു. ഈ പച്ചക്കറി കടയിലോട്ട് വരുമ്പോൾ ഉള്ള എൻ്റെ ടെൻഷനാണ് ഏത് മേടിക്കുന്നത്. ഞാൻ അവിടെ നിന്ന് ഓരോ ദിവസം കറി വെക്കുന്ന ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഇത് വെക്കാം, ഒരു ദിവസം അത് വെക്കാം, അങ്ങനെയെല്ലാം ഞാനിങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് കേട്ടോ മേടിക്കുന്നത്. അപ്പോൾ എനിക്കിഷ്ടമുള്ള ആദ്യം തന്നെ എനിക്കിഷ്ടമുള്ള സാധനമായി കൂർക്ക അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ കൂർക്ക മേടിക്കാൻ വേണ്ടിയിട്ട് കൂർക്കയുടെയൊക്കെ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞ്, പിന്നെ കൂർക്ക ഇപ്പം ഞാൻ കൂട്ടി ചേട്ടായും കുറച്ചൊക്കെ കൂട്ടാൻ തുടങ്ങി കേട്ടോ. പിന്നെ അതേ ചേട്ടായിയൊക്കെ ഇറച്ചി മേടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ, അപ്പോൾ രണ്ടും കൂടെ ഉള്ള കടയാണ് കേട്ടോ, ഷോപ്പാണ്. അപ്പോൾ ചേട്ടായിയൊക്കെ ഇറച്ചി മേടിക്കാൻ വേണ്ടി അപ്പുറത്ത് നിന്നപ്പോൾ ഞാൻ ഇപ്പുറത്ത് നിന്ന് പച്ചക്കറിയൊക്കെ മേടിക്കാൻ തുടങ്ങുവാണ്. അപ്പോൾ ഇതേ പച്ചക്കറിയൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ഒരു ഫ്രൂട്ട്സ് കടയിൽ കയറിയിട്ട് തണ്ണിമത്തം മേടിക്കാൻ വേണ്ടിയിട്ട്, നല്ല ചൂടല്ലേ, അപ്പോഴത്തേനും തണ്ണിമത്തം മേടിക്കാൻ വേണ്ടിയിട്ട് കയറി. അപ്പോഴത്തേനും ഇതേ മഴക്കാർ നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു വീഡിയോയിൽ, നല്ല മഴക്കാറുണ്ട്. എങ്കിലും ഞങ്ങൾ കടയിൽ കയറി ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. പക്ഷേ ചായയല്ല ഓർഡർ ചെയ്തത്, എനിക്ക് ദാഹിക്കുന്നുണ്ടായിരുന്നു. സോഡ നാരങ്ങ വെള്ളമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ അവൾ എപ്പോഴും കടയിൽ കയറുമ്പോൾ ഒരു ഡോണറ്റ് പോലെ ഒരു ഡോണറ്റ് എടുക്കും കേട്ടോ. അവൾക്ക് അത് മതി. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഇതേ മഴക്കാരൊക്കെ നല്ല രീതിക്ക് മഴ പെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതേ സോഡ നാരങ്ങകളൊക്കെ ഓർഡർ ചെയ്ത് ചേട്ടായി ഇതേ പപ്സ് ഓർഡർ ചെയ്ത് ഞാൻ എൻ്റെ പെട്ടെന്ന് കുടിച്ചോട്ടെ, എനിക്കൊന്നും കഴിക്കാൻ വേണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇതേ ഡോണറ്റൊക്കെ തിന്നുകൊണ്ട് നടക്കുവാണ്. അതിൻ്റെ കുറച്ച് മണ്ടലത്തെ ആ ചോക്ലേറ്റ് മാത്രമാണ് കേട്ടോ തിന്നോളൂ, ബാക്കി തിന്നത്തില്ല. ബാക്കി വീട്ടിൽ കൊണ്ടുവരും, കൈ തന്നെ പിടിച്ചോളും കേട്ടോ. ആൾ നമ്മുടെ കയ്യിലൊന്നും തരത്തൊന്നുമില്ല. അപ്പോഴത്തേനും ദേ അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും നല്ല പോലെ ആകാശം ഇരുണ്ട് മൂടി കേട്ടോന്നേ. ഞങ്ങൾ ദേ പെട്ടെന്ന് സ്പീഡിൽ പോവുകയാണ്, കാരണം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പച്ചക്കറി തൊട്ട് എല്ലാ സാധനങ്ങളും നനയും. പിന്നെ മെയ് 1 ആയതുകൊണ്ട് തന്നെ ഇത് മെയ് 1 എടുത്ത വീഡിയോ കേട്ടോ. നമുക്ക് സപ്ലൈകോയിൽ ഇല്ലായിരുന്നു, സപ്ലൈകോയിൽ ഇനി നാളെ പോകണം, അതൊരു വേറെ വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഇത് ഞങ്ങൾ തിരിച്ചു പോകണം. അപ്പോൾ ജസ്റ്റ് ഈ ആകാശത്തിൻ്റെ ആ കാർമേഘം മൂടിയ ആ ഒരു വ്യൂ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനത് കുറേ നേരം ഫോണിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കേട്ടോന്നേ. പുറകിലൊക്കെ വണ്ടികളൊക്കെ വരുന്നുണ്ട്, എന്നാലും ഞാനിങ്ങനെ എനിക്ക് എൻ്റേതായ കാര്യങ്ങൾ എടുക്കണമെങ്കിൽ ഞാൻ ആരെയും മൈൻഡ് ചെയ്യില്ല കേട്ടോ. ഞാനും ഫോണും മാത്രമായിരിക്കും പിന്നെ എൻ്റെ ലോകം. അതെല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ കടയിലൊക്കെ പോയിട്ട് വന്നു. വലിയ പെരുമഴ പെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി ഇറച്ചി മേടിച്ചായിരുന്നു, അപ്പോൾ അതൊന്ന് കറി വെക്കാനുള്ള പരിപാടിയാണ്. പെരുമഴ വരാൻ പോവാണ് കേട്ടോ. ഇന്നൊരു സങ്കട വാർത്തയുണ്ട്. ചേട്ടയുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ പൊട്ടി, ഫോണൊക്കെ പോയി, ആ ഡിസ്പ്ലേ ഒക്കെ മാറി. എത്ര രൂപയുടെ ഏട്ടായി? 2600. 2600 രൂപയുടെ ഡിസ്പ്ലേ ഒക്കെ ഒട്ടിച്ച് മൂകശോകനായി, അങ്ങനെയാണ് പറയുന്നത്, ശോകമൂകനായി നടക്കുവാണ്. സാലറി കിട്ടിയ ദിവസം തന്നെ കയ്യിൽ നിന്ന് അത്രയും കാശ് പോയതിൻ്റെ സങ്കടത്തിൽ നടക്കുവാണ്. അപ്പം ഞാൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ രാവിലത്തെ വ്ളോഗല്ലേ എടുക്കുന്നത്, അപ്പം ഇന്നൊന്ന് വൈകുന്നേരത്തെ വ്ളോഗ് ആയിക്കോട്ടെ എന്ന് ഓർത്തു. ട്രൈപോഡൊന്നും എടുത്തിട്ടില്ല, ഇന്ന് ജസ്റ്റ് ഒരു സൈഡിൽ ഫോൺ ചാരി വെച്ചേക്കുവാണ്. അപ്പോൾ ദേ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കുന്നു. തേങ്ങയൊക്കെ കൊത്തിയിട്ടുള്ളൊരു ഇറച്ചിക്കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. കപ്പയുണ്ട് കേട്ടോ, കപ്പ വേവിക്കണം. ഇനിയിപ്പോൾ ഇത്രയും ഭാഗം ഓൺ വോയിസിൽ തന്നെ അങ്ങ് പറയുവാണ്, ഈ വോയിസ് ഒന്നും കൊടുക്കാൻ നേരമില്ല. ഞാനിതൊന്ന് പെട്ടെന്ന് ചെയ്യട്ടെ കേട്ടോ.
അപ്പോൾ ഇതേ നമ്മുടെ കറിയൊക്കെ സെറ്റാക്കി കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കറിവേപ്പില ഇടാൻ മറന്നുപോയി ഗൈസ്. കറിവേപ്പില നമുക്ക് കുറവാണ് കേട്ടോ. ഫ്രിഡ്ജിനകത്ത് കുറച്ചങ്ങാട് വാടി കറിവേപ്പില ഇരിപ്പുണ്ട്, അതെടുത്ത് വേണം കേട്ടോ ഇനി കറിവേപ്പിലയായിട്ട് ഇടാൻ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, കറിവേപ്പിലയൊക്കെ ഞാൻ ഇട്ടു. ഇനിയിപ്പോൾ നമ്മൾ കപ്പ മേടിച്ചിട്ടുണ്ട് കേട്ടോ, കുക്കറൊക്കെ അടച്ച് വെച്ച് കപ്പ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പ ദേ കൊത്തി ചേർക്കാൻ വേണ്ടി പോവാണ്. കപ്പ പൊളിച്ച് വെച്ച് ചേട്ടയാണ് കേട്ടോ, പിന്നെ അത് മേടിച്ച മുട്ടയാണ് കേട്ടോ. മുട്ട ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഇതേ കപ്പ കുത്തി ചേർക്കുവാണ്. കണ്ടിട്ട് നല്ല കപ്പയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ കപ്പ കൊത്തുന്ന സമയത്ത് ഒരെണ്ണമൊക്കെ എടുത്ത് തിന്നുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല കപ്പയാണ്, പെട്ടെന്ന് വേകുന്ന കപ്പയൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതേ കപ്പയൊക്കെ കൊത്തി ഞുറക്കുവാണ്. ഇനിയിപ്പോൾ കപ്പയും വേവിച്ച് ഇന്നത്തെ ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കപ്പയും പോത്തുകറിയും തേങ്ങക്കൊത്തൊക്കെ ഇട്ട് വെക്കുന്ന പോത്തുകറിയാണ് കേട്ടോ. ഇവിടെ എപ്പോൾ പോത്തുകറി വെച്ചാലും എനിക്ക് തേങ്ങക്കൊത്തൊക്കെ ഇട്ട് വെക്കണം. അപ്പോൾ ഈ ക്യാമറ എന്നെ കാണത്തില്ലായിരുന്നു, അപ്പോൾ വീണ്ടും എടുത്ത് വെച്ചേക്കുവാണ്. ഞാൻ മാറ്റി വെച്ച് എന്നിട്ടും എന്നെ കാണത്തില്ല. പിന്നെ കപ്പ ഞാൻ പെട്ടെന്ന് തന്നെ കൊത്തി ഞുറുക്കി വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പം രാവിലത്തേനും കൂടെ ഉള്ളത് കാണുമായിരിക്കും കേട്ടോ. ഞങ്ങൾക്ക് കപ്പ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ കപ്പയൊക്കെ ഉണ്ടാക്കി കഴിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് പോയിട്ട്, ഇന്നത്തെ ദിവസം കുഞ്ഞൊരു വീഡിയോ ആണ്, നാളത്തെയും കുഞ്ഞൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ടാറ്റാ.